വയറ് കുറയുന്നതിന്, ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന്, എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവർക്കും അല്ലെങ്കിൽ ആദ്യമായി വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നവർക്കും ഒരുമിച്ച് 90 ഡിഗ്രി കൊണ്ടുവരിക. കാലുകൾ താഴ്ത്തുമ്പോൾ പതിയെ വേണം. 3 or 4 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം കൈകൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുകയേ ചെയ്യാവൂ. നമ്മുടെ വയറിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ശീലിച്ചു തുടങ്ങാവുന്നതാണ്. ഹലോ, ഇന്ന് എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്ററാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് ഞാൻ ഡെയിലി ചെയ്തിരുന്ന എക്സസൈസുകളുടെ കൂടെ വയറ് കുറയുന്നതിന്, ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് കുറച്ച് എക്സസൈസ് കൂടി ചെയ്തിരുന്നു. അത് കാരണം ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് വളരെ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവർക്കും അല്ലെങ്കിൽ ആദ്യമായി വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നവർക്കും ഈ രീതി വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഈ എക്സസൈസ് കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വലിയൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ചോറൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം, വൈകുന്നേരങ്ങളിൽ ചോറ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. അതായത് ഒരു പ്ലേറ്റ് ചോറാണ് ഒരാഴ്ച കണ്ടിന്യൂ ചെയ്തെങ്കിൽ അടുത്ത ആഴ്ച ആ ക്വാണ്ടിറ്റി കുറച്ച് എടുക്കുകയാണ് ചെയ്തത്. കറികളുടെ ക്വാണ്ടിറ്റി കൂടുതലും എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്ന ചോറിന്റെ ക്വാണ്ടിറ്റി കുറവായി വരികയും ഞാൻ ചെയ്യുന്ന എക്സസൈസ് കൂടി ആവുമ്പോൾ എന്റെ ബോഡിയിൽ വളരെ വലിയൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇനി വയറ് കുറയുന്നതിന് വേണ്ടി, അതായത് ബെല്ലി ഫാറ്റ് കുറയുന്നതിന് വേണ്ടി ഡെയിലി ഞാൻ എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്തിരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ മലർന്നു കിടക്കുക. ഇനി ലെഗ് റൈസ് ആണ് ചെയ്യുന്നത്. അതായത് 2 കാലും ഒരുമിച്ച് 90 ഡിഗ്രി കൊണ്ടുവരിക. കാലുകൾ താഴ്ത്തുമ്പോൾ പതിയെ വേണം കൊണ്ടുവരാനായിട്ട്. പിന്നെ നിലത്ത് മുട്ടിക്കാതെ വീണ്ടും കാലുകൾ ഉയർത്തി 90 ഡിഗ്രി കൊണ്ടുവരിക. ഇനി ശ്വാസത്തിന്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. കാലുകൾ ഉയർത്തുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. ഇതുപോലെ ആയ ശേഷം ശ്വാസം റിലീസ് ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു ഗ്രിപ്പിന് വേണ്ടി ഷീറ്റിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. കാലുകൾ ഉയർത്തുന്നത് നോർമൽ സ്പീഡിലും എന്നാൽ കാലുകൾ താഴ്ത്തിക്കൊണ്ട് വരുന്നത് വളരെ സ്ലോലി ആയിരിക്കണം. ഡെലിവറിക്ക് ശേഷം വയറ് ചാടിയിട്ടുള്ള അവസ്ഥയൊക്കെ മാറാനുള്ള ഏറ്റവും നല്ല വർക്കൗട്ടുകളിൽ ഒന്നാണിത്. ഇനി അടുത്ത വർക്കൗട്ട് മലർന്നു കിടന്നിട്ട് തന്നെയാണ്. കാലുകൾ ഇങ്ങനെ ചെറിയൊരു ഡിസ്റ്റൻസിൽ വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. ശ്വാസം വിട്ടുകൊണ്ട് വേണം താഴ്ന്നു വരാനായിട്ട്. ഇതൊരു 10 തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താഴ്ന്നു വരുമ്പോൾ നമ്മുടെ ശരീരം തറയിലേക്ക് മുട്ടിക്കാതെ ഇങ്ങനെ ഒരു ആംഗിളിൽ തന്നെ നിർത്താൻ ശ്രദ്ധിക്കണം. 3 or 4 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ താഴേക്ക് വരേണ്ടത്. ഉയർന്നു വരുമ്പോൾ നമ്മൾ മാക്സിമം വയറ് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. അതായത് വയറ് മാക്സിമം മുകളിലേക്ക് പുഷ് ചെയ്യുക. ഇനി അടുത്ത വർക്കൗട്ട്, കാലുകൾ ഓരോന്നായിട്ട് ഇതുപോലെ മുന്നോട്ടും പിന്നോട്ടും മൂവ് ചെയ്യുക. ഇവിടെ നമ്മൾ കൈകൊണ്ട് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് കൈകൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുകയേ ചെയ്യാവൂ, കൈകൾ കൊണ്ട് പുഷ് ചെയ്യാൻ പാടില്ല. ഇനി ചെയ്യാൻ പോകുന്നത് ലെഗ് റൈസ് ആണ്. അതായത് ഫസ്റ്റ് നമ്മൾ 2 കാലും ഒരുമിച്ചാണ് ഉയർത്തിയതെങ്കിൽ ഇത് ഓരോ കാലും സെപ്പറേറ്റ് ആയി മാറി മാറിയാണ് ചെയ്യുന്നത്. ഇവിടെ കാലുകൾ ഉയർത്തുന്നത് നോർമൽ സ്പീഡിലും എന്നാൽ കാലുകൾ താഴ്ത്തിക്കൊണ്ട് വരുന്നത് വളരെ സ്ലോലി ആയിരിക്കണം. ഇനി
നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാങ്ക് ആണ്. നമ്മുടെ വയറിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ ഏറ്റവും നല്ല വർക്കൗട്ടുകളിൽ ഒന്നാണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാലിൻ്റെ മുട്ട് മടങ്ങരുത്, അതുപോലെ തന്നെ നമ്മുടെ അരക്കെട്ട് മുകളിലോട്ടോ താഴോട്ടോ ആകരുത്. തുടക്കത്തിൽ ഈ രീതി ബുദ്ധിമുട്ടാണെങ്കിൽ കൈകൾ ഇങ്ങനെ വെച്ച് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ശീലിച്ചു തുടങ്ങാവുന്നതാണ്. ആദ്യം കണ്ട 3 വർക്കൗട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ തീരെ ടയർഡാണെങ്കിൽ മാത്രം ഓരോന്നിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുക. ഇത്തരത്തിൽ കിടന്നുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് മുട്ടുവേദന പോലെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നന്നായിട്ട് വെള്ളം കുടിക്കണം. ഡെയിലി ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം നമ്മൾ കുടിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഡെയിലി വെള്ളം കുടിക്കുന്നത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ 2 ലിറ്ററിന്റെ ഒരു കുപ്പി തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുപ്പി കാണുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് വെള്ളം കുടിക്കുന്നത് കുറവായിരുന്നല്ലോ എന്ന് പെട്ടെന്ന് ഓർമ്മ വരികയും ആ കുപ്പിയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയും ചെയ്യും. അപ്പോൾ ആ കുപ്പിയിലെ ക്വാണ്ടിറ്റി കാണുമ്പോൾ തന്നെ, വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കാണുമ്പോൾ തന്നെ ഇന്ന് എന്തുമാത്രം വെള്ളം നമ്മൾ കുടിച്ചു എന്ന് നമുക്ക് ബോധ്യമാവും. ഇത്തരത്തിൽ നന്നായി വെള്ളം കുടിക്കുകയും ചെറിയ രീതിയിലുള്ള ഒരു ഡയറ്റിംഗ് നമ്മുടെ ഡെയിലി റൊട്ടീനിൽ കൊണ്ടുവരികയും ഈ രീതിയിലുള്ള വർക്കൗട്ട് കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്